Hi all, welcome back to another Photoshop tutorial. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കാണുന്ന ഹിസ്റ്ററി ബ്രഷ് ടൂളിനെ കുറിച്ചാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് Y ആണ്. ഇനി ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക്, അതായത് ഓപ്പൺ ചെയ്ത സ്റ്റേറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഈ ഒരു ഇമേജിൽ ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറ്റാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറ്റാനായിട്ട് ഞാനിവിടെ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡീസാച്ചുറേറ്റ്, അതിൻ്റെ ഷോർട്ട് കട്ട് Shift+Ctrl+U ആണ്. ഡീസാച്ചുറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എടുത്ത് നേരെ അതങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബ്രഷ് സൈസ് എപ്പോഴും ചെറുതായിരിക്കണം. പരമാവധി ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര കൺട്രോൾ നമുക്ക് കിട്ടും. എന്നിട്ട് ആവശ്യാനുസരണം സൂം ചെയ്ത് വെച്ചതിന് ശേഷം എവിടെയൊക്കെയാണോ നമുക്ക് ഗോൾഡ് വേണ്ടത് ആ ഒരു ഭാഗത്ത് നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂൾ വെച്ച് നമുക്ക് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റായ കളേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനി ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുക. ഒരിക്കലും ഇമേജ് കോപ്പി ചെയ്ത് വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞ് വർക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ ഒരു ഇമേജ് ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഒരു ന്യൂ ഡോക്യുമെൻറ്റിലേക്ക് ഇട്ട് വർക്ക് ചെയ്തിട്ട് അതിനെ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി ഡീസാച്ചുറേറ്റ് കൊടുത്തിട്ട് ഇനി ഇവിടെ ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെല്ലാം റിമൂവ് ചെയ്ത്, അതായത് ഇറേസായി പോകുന്ന ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റിലേക്കാണ് ഹിസ്റ്ററി ബ്രഷ് ടൂൾ പോകുന്നത്. ഇവിടെ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇത് പോയി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ ന്യൂ ഡോക്യുമെൻറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും എൻ്റെ ചാനലിൽ വരുന്ന അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.